മക്കളെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട് പുതുക്കൽ എവിടം വരെ ആയി എന്നാണ്. ഇത് കണ്ടില്ലേ, റൂമിൻ്റെ ചുമരും ജന്നലൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി ഈ മുമ്മറ ഒന്ന് വലുതാക്കാനുണ്ട്. ഈ ചുമരെടുത്ത് കുറച്ചുകൂടി അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഒന്നുകൂടി വലുതാക്കാനുണ്ട്. റൂം ഇതാ ഇത്രയും സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിലത്തെ റൂമിനേക്കാളും ലേശം കൂടി വലിപ്പം കൂടുതലുണ്ട്. കണ്ടില്ലേ, ഇവിടം വരെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു വരി കല്ല് കൂടി വെക്കുമ്പോൾ റെഡിയാവും. നമ്മുടെ ജന്നലും കട്ടളയൊക്കെ ഇപ്പം ഇതാ കട്ടളയൊക്കെ സിമെൻറ്റിൻ്റെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം മരത്തിൻ്റെ ആയിരുന്നു, ആകെ ചെതൽ തിന്നിട്ട് വെറും തോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മക്കളെ. അപ്പം ഞാനിപ്പോൾ സിമെൻറ്റിൻ്റെ ആക്കി. ഇതാ ഇത് വെളിച്ചം ഇതാവാതിരിക്കാനാണ് ഇത് കെട്ടിയിരിക്കുന്നത്. ഇതാ ഈ വാതിലൊന്നും വെച്ചിട്ടില്ല, ജന്നലിൻ്റെ കട്ടള മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി ഇതാ ഈ കഴിക്കോലും പട്ടിയൊക്കെ മാറ്റണം. ഇത് കണ്ടില്ലേ, കഴിക്കോലൊക്കെ ദുരഭിച്ചിക്കണത്. ഇനി ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി ഒക്കെ ഇരുമ്പിലാണ് ഞങ്ങൾ ഇടാൻ പോണത്. സാധനങ്ങൾ കമ്പി ഇളക്കാതെ വാങ്ങി കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ കാരക്കാട് നിന്ന് വാങ്ങണം എന്നാണ് വിചാരിച്ചത്, സെക്കൻഡ് ഹാൻഡേ. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ രണ്ടിനും ഒരേ വില, ഏകദേശമൊക്കെ ഒരേ വില അല്ലേ അമ്മ? അപ്പം പുതിയത് തന്നെ മതി വിചാരിച്ചിട്ട് പുതിയത് തന്നെ അങ്ങ് എടുത്തു. വിടുമ്പോൾ ഇച്ചിരി നല്ല പോലെ ഇട്ടോട്ടെ വിചാരിച്ചിട്ട്. എനിക്കിപ്പോൾ ഒരു പൊട്ടത്തരം പറ്റി പിന്നെയാണ്. ഈ റൂം പുതിയ റൂമിൽ 2 റൂമിനും മരത്തിൽ തന്നെ ജന്നൽ പണിത് വെച്ച് കണ്ടില്ലേ. ഇതിനി എത്ര സമയം നിൽക്കുവാണോ എന്താ അറിയില്ല. ഇതിനി ഉറക്കുത്തുവോ അതേമാതിരി ചെതല് തിന്നുവോ ദുരവിക്കുവോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ഇതാ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട്. ഇതാ അത് മരത്തിലുള്ളതല്ലേ? ആ മരത്തിലുള്ളത്. ഇതാ വെള്ളമുണ്ട്. ഇതൊക്കെ എത്ര ദിവസം നിൽക്കുമെന്നൊന്നും അറിയില്ല. അത് എനിക്ക് പറ്റിയൊരു ബുദ്ധിമോശമാണ് കേട്ടോ. അത് ഞാനപ്പോഴേ പറഞ്ഞതാണ് മരം വേണ്ട, ഇരുമ്പ് മറ്റേ കോൺക്രീറ്റ് തന്നെ മതി, കോൺക്രീറ്റ് തന്നെ മതിന്ന്. ചെവിയൊക്കെ ഉണ്ടില്ല. എൻ്റെ മോൻ പറഞ്ഞതും കേൾക്കാതെ ഞാൻ ഈ മരത്തിൻ്റെതാണ് വെച്ചത്. ഇത് ഒരു ചീമക്കൊന്നയുടെ മരത്തിൻ്റെ കാതലാണ് കേട്ടോ. അപ്പം പണിയെടുക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് നല്ല മരമാണ്, കുഴപ്പമൊന്നുമില്ല, തേക്ക് മരത്തിനേക്കാളും ഒറിജിനലാണെന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ അതാ പണിയെടുത്ത ആൾ തന്നെ മരത്തിലൊക്കെ വെള്ളയാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഈ വെള്ളം ഇല്ലാതെ പണി തരുന്നെങ്കിൽ തരക്കേടുണ്ടായിരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഈർന്നപ്പോ വെള്ളം വന്നതാണ്. ആ അപ്പൊ നമ്മളോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഇത് വെള്ളമുണ്ട് ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യില്ലായിരുന്നു. ഈ പണിയെടുക്കണവർക്കല്ലേ ഇതിൻ്റെ കൂടുതൽ കുറവൊക്കെ അറിയുള്ളൂ, മരത്തിൻ്റെ നമുക്കറിയില്ലല്ലോ. അതാ ഉണ്ടായത്. ഇതൊക്കെ നമ്മുടെ പഴയ കട്ടളകളും ജന്നലുകളൊക്കെ പൊളിച്ചതാണ് കണ്ടില്ലേ. ഒക്കെ ഇതേപോലെയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പൊളിച്ചപ്പോൾ ഇതുപോലെ പൊടിഞ്ഞു വന്ന് ഒന്നുമില്ല അല്ലേ. ഒരു കോഴിക്കോട് ഉണ്ടാക്കാൻ പോലും ഇതിൽ മരമില്ല. ഒക്കെ ഞാൻ വിചാരിച്ച് ഇത് പൊളിച്ചാലേ നല്ല അടിപൊളി ഒരു കോഴിക്കോട് ഉണ്ടാക്കാമെന്ന്, ഈ പലകയൊക്കെ. പക്ഷെ നോക്കുമ്പോൾ ഒക്കെ ഉള്ളിൽ നിന്ന് നമ്മൾ ഈ മാവ് പൊടിച്ചിട്ട് ഇങ്ങനെ വിടുമല്ലോ, അതേപോലെ മാവ് പോലെയാണ് വരുന്നത്. ഉള്ളിൽ നിന്ന് ഒരു ഓട്ടുണ്ടാവും, അതിൽ നിന്ന് ഇങ്ങനെ ചാടും മാവ്. അപ്പം ഇത് ഒന്നിനും പറ്റത്തില്ല, പൊളിച്ച് കത്തിക്കാനേ പറ്റുള്ളൂ. ഇനി കത്തിക്കാനും ഇപ്പം പകുതിയേ ഉള്ളൂ. കത്തിക്കാനും ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ കിട്ടത്തില്ല, പാതി. ഇത് കണ്ടില്ല, ഇങ്ങനെയൊക്കെ ഇരുന്നാൽ അതിലെന്താ കത്തിക്കാനുള്ളത്? ഇതാ ഇത് ഒരു ജനലിൻ്റെ കട്ടളയാണ്, ഒന്നിൽ കിട്ടിയത് ഇത്രയേ ഉള്ളൂ. ഒരു സൈഡിലത്തെ കട്ടള ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇനി തേക്കലും ബാക്കി പണിയൊക്കെ മേൽക്കൂര പൊളിച്ചിട്ട് മേല് കഴിഞ്ഞിട്ട് ചെയ്യണമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കല്ലേ മഴ വന്ന്, ഇനി മഴേനനുസരിച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താവുക എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇതാണ് ഞങ്ങളെ ഇപ്പോഴത്തെ പ്ലാന്.